ബന്ധപ്പെട്ട വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ മാധ്യമങ്ങളിൽ നിറയുമ്പോഴാണ് ഇത്തരത്തിലേക്കൊരു വിവാദമായി അത് മാറുന്നത്. ഇതിൽ പാർശ്വഫലമുണ്ടോ എന്നുള്ള ആശങ്ക സ്വാഭാവികമായും ഈ വാക്സിൻ എടുത്തവർക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്കൊപ്പം ഇപ്പോൾ ഡോക്ടർ പത്മനാഭ ഷേണായി, ആരോഗ്യ വിദഗ്ധൻ, തത്സമയം ചേരുകയാണ് സംശയ നിവാരണത്തിനായി. ഡോക്ടർ ഷേണായി, വെൽക്കം, ഗുഡ് ഈവനിങ്. നമ്മളൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഇങ്ങനെ ലൈവിൽ സംസാരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഇങ്ങനൊരു ആശങ്ക അത് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. കാരണം വാർത്തകൾ വരുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. അവിടെ കോടതിയിൽ 50-ലേറെ കേസുകളുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിൽ പാർശ്വഫലവുമായി ബന്ധപ്പെട്ട്, കോവിഷീൽഡിൻ്റെ പാർശ്വഫലവുമായി ബന്ധപ്പെട്ട് മാത്രം എന്നുള്ളതാണ്. ഒരാൾ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ആസ്ട്രാസിനേക്ക സമ്മതിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ പാർശ്വഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന്. ഇതുവരെ അവർ സമ്മതിച്ചിരുന്നില്ല എന്നൊക്കെയുള്ള വാർത്തയാണ്. അപ്പോൾ ഇത് ഫെബ്രുവരിയിലാണ് അവർ അത് സമ്മതിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ അതൊരു ആശങ്കയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടോ? ഡോക്ടർക്ക് എന്താണ് ഇതേക്കുറിച്ച് പറയാൻ? ഇത് എനിക്ക് തോന്നുന്നു ഇത് നേരത്തെ തന്നെ അറിഞ്ഞൊരു കാര്യമാണെന്ന് ചോദിച്ചാൽ ഇപ്പോ എനിക്ക് തോന്നുന്നു 2021 തന്നെ WHO ഒഫീഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. വേൾഡ് ഓവർ 21 കേസ്, അതായത് ഈ വാക്സിൻ എടുത്തു കഴിയുമ്പോൾ 1-2 ആഴ്ചയ്ക്കുള്ളിൽ വാക്സിൻ ഇൻഡ്യൂസ് ത്രോംബോസിസ് ആൻഡ് ത്രോംബോസൈറ്റോപീനിയ എന്ന് വെച്ചാൽ ത്രോംബോസിന്റെ രക്തം കട്ട പിടിക്കുന്നു. ത്രോംബോസൈറ്റോപീനിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള രക്തത്തിലുള്ള പ്ലേറ്ററ്റിന്റെ അളവ് കുറയുന്നു. ഈ രണ്ട് പ്രശ്നങ്ങൾ ഒരുമിച്ച് വരുന്ന ഒരു ഇമ്മ്യൂൺ റിയാക്ഷൻ ആണ്. അത് വാക്സിൻ എടുത്തത് കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഇമ്മ്യൂൺ റിയാക്ഷൻ കാരണം ഇത് രണ്ടും കൂടി ഉണ്ടാകുന്ന ഒരു വളരെ റെയർ ആയിട്ടുള്ള ഒരു സിൻഡ്രോം ആണ്. ഇത് വളരെ റെയർ ആയിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് ആണ്. ഇത് വെൽ നോൺ സൈഡ് എഫക്റ്റ് ആണ്. WHO തന്നെ 2021 തന്നെ ഒരു ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് പോലും ഉണ്ട്, എങ്ങനെയാണ് ഇത് വരുന്നത്, എത്ര പേർക്ക് ഇത് വരുന്നു എന്ന് ചോദിച്ചിട്ട്. അപ്പൊ സാധാരണ കണക്കുകൾ പറയുന്നത് 2 മുതൽ 3 ലക്ഷം ആളുകളിൽ ഒരാൾക്കാണ്. നമ്മൾ മനസ്സിലാക്കണം, 2 മുതൽ 3 ലക്ഷം ആളുകളിൽ ഒരാൾക്ക്. അങ്ങനെ പറയുമ്പോൾ എക്സ്ട്രീംലി റെയർ സൈഡ് എഫക്റ്റ് ആണ്. നമ്മൾ കോമൺ ആയിട്ട് കഴിക്കുന്ന അമോക്സിലിൻ ആന്റിബയോട്ടിക്കിന് പോലും അതിൽ കൂടുതൽ സൈഡ് എഫക്റ്റ് കാണും. അപ്പൊ ഇതിന്റെ സൈഡ് എഫക്ട് പ്രൊഫൈൽ നോക്കുമ്പോൾ എക്സ്ട്രീംലി റെയർ ആയിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് ആണ് ഈ വാക്സിൻ ഒരു ത്രോംബോസൈറ്റോപീനിയ എന്ന് പറയുന്നത്. ബാക്കി കോമൺ ആയിട്ട് സൈഡ് എഫക്ട് വാക്സിൻ എടുത്ത് നമുക്ക് എല്ലാം ഉണ്ടാകും. അതായത് വാക്സിൻ എടുത്ത് 1-2 ദിവസത്തേക്ക് ക്ഷീണം വരാം, ഇഞ്ചക്ഷൻ എടുത്ത സ്ഥലത്ത് വേദന, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു 10-30% ആളുകൾക്ക് ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ സൈഡ് എഫക്ട് എന്ന് പറയുന്നത് എക്സ്ട്രീംലി റെയർ ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് ആണ്. ഇത് വെരി വെൽ നോൺ സൈഡ് എഫക്റ്റ് ആണ്. ഇപ്പൊ ഇത് ആസ്ട്രാസെനെക്ക കോർട്ട് കേസിൽ അവർ ഒഫീഷ്യലായിട്ട് സമ്മതിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇത് വെൽ നോൺ ആണ്. ശാസ്ത്രലോകത്തിന് ഇത് മുമ്പ് തന്നെ ഇത് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഈ വാക്സിൻ അല്ല, ഏത് വാക്സിൻ ആണെങ്കിലും, ഫൈസറിന്റെ വാക്സിൻ ആണെങ്കിൽ മയോകാർഡൈറ്റിസ് എന്ന് പറയുന്ന റെയർ ആയിട്ടുള്ള സൈഡ് എഫക്ട് ഉണ്ട്. അത് ഹാർട്ടിന്റെ പേശികളെ ബാധിക്കുന്ന ഒരു സൈഡ് എഫക്ട്. അതും കുറച്ച് റെയർ തന്നെയാണ്. 1 ലക്ഷത്തിൽ ഒരാൾക്കൊക്കെയാണ് അതും ഉണ്ടാകുന്നത്. അപ്പോൾ ഏത് വാക്സിൻ ആണെങ്കിലും, ആസ്ട്രാസെനെക്കയുടെ വാക്സിനും കോവാക്സിനും എല്ലാ വാക്സിനുകൾക്കും അതിൻ്റെതായ ചെറിയ സൈഡ് എഫക്ട്, നമ്മൾ കഴിക്കുന്ന അമോക്സിലിൻ മരുന്നിന് പോലും ഞാൻ പറഞ്ഞ മനസ്സിലല്ലേ, ഒരു 1% എന്തെങ്കിലും സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകാം. അതുപോലെ റെയർ ആയിട്ടുള്ള ഒരു സൈഡ് എഫക്ട് ആണ് ഇത്. വെരി വെൽ നോൺ സൈഡ് എഫക്ട് ആണ്. പിന്നെ നമ്മൾ എന്തുകൊണ്ട് കൊടുത്തു, അത് നമ്മൾ മാത്രമല്ല ലോകത്തെ എല്ലാ രാജ്യങ്ങളും വാക്സിൻ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് കൊടുത്തു എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആണ്. റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ നോക്കുമ്പോൾ വളരെ ബെറ്റർ ആണ്. കാരണം നമുക്കറിയാം, കോവിഡ് വാക്സിൻ എടുക്കാത്ത ഒരാൾക്ക് കോവിഡ് വന്നു കഴിഞ്ഞാൽ 100-ൽ 2 പേര് മരണപ്പെടും. അപ്പൊ 1 ലക്ഷം പേരിൽ എത്ര പേര് മരണപ്പെടും നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ 100-ൽ 2% മരണനിരക്കുള്ള ഒരു അസുഖത്തിന് 1 ലക്ഷത്തിലും 2 ലക്ഷത്തിലും ഒരാൾക്ക് സൈഡ് എഫക്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നം നോക്കുമ്പോൾ എപ്പോഴും റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ, ബെനിഫിറ്റ് വളരെ കൂടുതലും റിസ്ക് വളരെ കുറവാണ്. അതുകൊണ്ടാണ് വാക്സിനേഷൻ പ്രോഗ്രാം നടത്തിയത്. ഇതെനിക്ക് തോന്നുന്നു ഈ തരുണത്തിലെ ഒരു വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടാകേണ്ട ഒരു ആവശ്യമോ അല്ലെങ്കിൽ ആളുകൾ പരിഭ്രാന്തരാകേണ്ട ഒരു കാര്യവും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഇതിപ്പോൾ ഈ ബ്രിട്ടനിൽ നിന്ന് വാർത്ത വരുമ്പോഴാണ് ഡോക്ടർ എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഒരു ആശങ്കയായി ഇവിടെയും മാറുന്നത്. ജാമി സ്കോട്ട് എന്നൊരാളാണ് അവിടെ 2021 മുതൽ 2021 അദ്ദേഹം ഈ വാക്സിൻ സ്വീകരിച്ചതെന്ന് പറയുന്നു. അതിനുശേഷം ഈ പറയുന്ന TTS, താങ്കൾ നേരത്തെ അത് വിശദമായി പറഞ്ഞു, രക്തം കട്ട പിടിക്കുന്നു, ഒപ്പം പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നു എന്നുള്ളത്. ആ ഒരു പ്രതിഭാസം അതിൽ അദ്ദേഹത്തിന് അത് ഉണ്ടാകുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നത് തലച്ചോറിന് ക്ഷതമേൽക്കുന്ന തരത്തിലേക്ക് മരണത്തെ 3 തവണ മുഖാമുഖം കണ്ടു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അപ്പോൾ അതത്ര നിസാരമല്ല എന്ന തരത്തിലേക്ക് 50-ലേറെ കേസുകൾ ബ്രിട്ടനിൽ കോടതിയിലുണ്ട് എന്നൊക്കെ പറയുമ്പോഴാണ് ഇതിലൊരു ആശങ്ക വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നു അത് ലക്ഷത്തിൽ 1-2-3 പേർക്ക് എന്ന തരത്തിലേക്കാണ് നമ്മൾ അതിനെ കാണേണ്ടത്. അതെ, 2 ലക്ഷത്തിൽ ഒരാൾക്ക് വെരി റെയർ. അപ്പൊ ഡെഫിനറ്റ്ലി ഇത് വെൽ നോൺ ആണ്. ഇപ്പൊ ഇന്ത്യയിലെ മൊത്തം കണക്ക് നോക്കുമ്പോൾ ഇന്ത്യയിൽ 10-200 കേസുകൾ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ 50 കോടി 60 കോടി ആൾക്ക് വാക്സിൻ കൊടുക്കുമ്പോൾ ഒരു 200 പേർക്കോ 300 പേർക്കോ ഒക്കെ ഇത് ഈ സൈഡ് എഫക്ട് ഉണ്ടായിരിക്കാനുള്ള സാധ്യത ഉണ്ട്. ഒരു സംശയവുമില്ല. ഞാൻ പറഞ്ഞില്ലേ, വാക്സിൻ എടുക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ വണ്ടിയിൽ പോകുമ്പോൾ നമുക്ക് ആക്സിഡന്റ് ഉണ്ടാക്കാനുള്ള ചാൻസിനേക്കാൾ കുറവാണ് ഇതിന്റെ റിസ്ക്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡെഫിനറ്റ്ലി കോർട്ട് ബാറ്റിൽസ് ആർ ദെയർ. കോർട്ടിൽ കേസുകൾ ഉണ്ടാകുന്നു. ഇതൊരിക്കലും നിസാരമായ അസുഖമല്ല. ഇത് മാത്രമല്ല, ഫോർ എക്സാമ്പിൾ ഒരു 2 ലക്ഷത്തിലോ 3 ലക്ഷത്തിലോ ഒരാൾക്ക് ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന് പറയുന്ന ഞരമ്പുകളെ ബാധിക്കുന്ന രോഗവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ വാക്സിനിൽ 10 ലക്ഷം പേരിൽ ഒരാൾക്ക്. അപ്പം അതിന്റെ റിപ്പോർട്ട്സുകളും അടുത്ത് തന്നെ ചിലപ്പോൾ പുറത്തു വരാം. ഇത് ഓൾറെഡി ശാസ്ത്ര ലോകത്തിന് അറിയാവുന്ന കാര്യം തന്നെയാണ്.
ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. അപ്പോ നമുക്ക് ഒരു സർജറി ചെയ്യുമ്പോൾ ഒരാൾക്ക് സർജറി ചെയ്യുമ്പോൾ ഒരു അങ്ങനെയെങ്കിൽ കോംപ്ലിക്കേഷൻ ഡോക്ടർ ഇത് കൂടുതൽ വൾണറബിൾ ആയ ആളുകൾ അങ്ങനെ ഏതെങ്കിലും ഒരു കാറ്റഗറി ഉണ്ടോ? ഇത് ആരെയാണ് കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ളത് എന്ന തരത്തിൽ? അതാണ് അതിലോട്ട് ഞാൻ വരുന്നത്. സി ബേസിക്കലി ഫസ്റ്റ് ഡോസ് വാക്സിൻ എടുത്ത് കഴിയുമ്പോഴാണ് ഈ കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നത്. അത് ഉണ്ടാകുന്നത് തന്നെ അതാണ് ആദ്യത്തെ ഡോസ്. അപ്പൊ ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാവരും വാക്സിൻ എടുത്തു കഴിഞ്ഞു. അത് അവരാരും ഒരു തരത്തിലും ഭയക്കേണ്ട കാര്യമില്ല. കാരണം ഉണ്ടാകാനുണ്ടെങ്കിൽ ആദ്യത്തെ 10 ദിവസത്തിൽ ഉണ്ടായേനെ. ഇത് വാക്സിൻ എടുത്തു കഴിഞ്ഞ് 1-2 വർഷത്തിന് ശേഷം ഒരിക്കലും ഉണ്ടാകില്ല. അതുകൊണ്ട് അതിൽ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുകൊണ്ട് തന്നെ ഹാർട്ട് അറ്റാക്ക് വരുന്നതോ സ്ട്രോക്ക് വരുന്നതോ ഒന്നും ഇതിന്റെ ഈ കോംപ്ലിക്കേഷനേ അല്ല. ഈ രക്തം കട്ടപിടിച്ച് ത്രോംബോസൈറ്റോപീനിയ ഉണ്ടാകുന്നത് വേറെ ടോട്ടലി ഡിഫറന്റ് ആയിട്ട് രോഗാവസ്ഥയാണ്. അപ്പൊ ഞാൻ 2021-ലും 2022-ലും ഒക്കെ വാക്സിൻ എടുത്തു, ബൂസ്റ്റർ ഡോസ് എടുത്തു. എനിക്കിത് വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമായ ഉത്തരം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വാക്സിൻ എടുത്ത ആളുകളോട് പറയാനുള്ള ഒരു തരത്തിലും പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇനി ഇത് കാരണം ഒരു കോംപ്ലിക്കേഷൻ നിങ്ങൾക്ക് പോയി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. നേരത്തെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് വന്നിട്ട് അത് മാറിയിരിക്കാനാണ് സാധ്യത. അതായത് ഈ ആദ്യ ഡോസ് വാക്സിൻ എടുക്കുമ്പോൾ അതിനുള്ള സാധ്യത കൂടുതൽ, പിന്നീട് രണ്ടാം ഡോസിലേക്ക് പോകുമ്പോൾ അത് കുറച്ചുകൂടി കുറയുന്നു, ബൂസ്റ്റർ ഡോസിലേക്ക് വരുമ്പോൾ അത് വീണ്ടും കുറയുന്നു എന്ന തരത്തിലേക്ക് ICMR-ലെ ഒരു വിദഗ്ധൻ പറഞ്ഞതായി ഞാൻ വായിച്ചു. ഡോക്ടർ ഷെഹനായി, അത് തന്നെയാണ്. ആദ്യത്തെ ഡോസിലാണ് ഇതിന് സാധ്യത, രണ്ടാമത്തെ ഡോസ് വളരെ കുറവ്, മൂന്നാമത്തെ ബൂസ്റ്റർ ഡോസ് കഴിയുമ്പോൾ ഓൾമോസ്റ്റ് ഇല്ല എന്ന് പറയുന്ന രീതിയിലേക്ക് വരുന്നു. അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോഗ്രഷൻ അങ്ങനെയാണ് വരുന്നത്. അപ്പം അതുപോലെ ഫസ്റ്റ് ഡോസ് എടുത്തു കഴിഞ്ഞ് 10 ദിവസത്തിലോ 12 ദിവസത്തിലോ ആണ് വരുന്നത്. അത് മാസങ്ങൾ കഴിഞ്ഞിട്ടോ വർഷങ്ങൾ കഴിഞ്ഞിട്ടോ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇതിൽ ആളുകൾ പരിഭ്രാന്തത ആകുന്നത് പലപ്പോഴും ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്കിന് സാധ്യത വരും, രക്തക്കട്ട പിടിക്കും, ഇനി നിങ്ങൾക്ക് ഇത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത തുടങ്ങി ഫോൾസ് റൂമേഴ്സ് വാട്സാപ്പിൽ കുറെ കറങ്ങുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് തന്നെ പല സ്ഥലത്തു നിന്നും വരുന്നുണ്ട്. ഇവരോട് പറയാനുള്ളത് ഒരു തരത്തിലും പരിഭ്രാന്തിക്ക് ആവശ്യമില്ല. എന്തെങ്കിലും ഉണ്ടാകാനുണ്ടെങ്കിൽ തന്നെ 10 ദിവസത്തിനുള്ളിൽ ഉണ്ടായേനെ. അങ്ങനെ ഉണ്ടായിരിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഇന്ത്യയിൽ തന്നെ ഞാൻ പറഞ്ഞു 200-300 പേർക്കാണ് ഇന്ത്യ ഒട്ടാകെ നമ്മൾ 200 കോടി ഡോസ് വാക്സിൻ കൊടുത്ത ഒരു രാജ്യമാണ്. അപ്പൊ നമുക്കത് ഉണ്ടെങ്കിൽ തന്നെ വളരെ ചെറിയൊരു രീതിയിൽ വന്നു പോയിരിക്കാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ ഇനി അതെന്തെങ്കിലും ഇപ്പൊ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാകാനോ ഇപ്പൊ ബൂസ്റ്റർ ഡോസ് എടുക്കുമ്പോൾ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഇല്ല എന്ന് തന്നെ പറയും. വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞതിന് ഒരുപാട് നന്ദി ഡോക്ടർ. തിരക്കിനിടയിൽ നമുക്കൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന് താങ്ക് യു സോ മച്ച്. അതാണ് ഡോക്ടർക്ക് പറയാനുള്ളത്. അങ്ങനെ ഒരു ആശങ്കയുടെ ആവശ്യമില്ല. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ആ ദിവസങ്ങളിൽ തന്നെ അത് അറിയേണ്ടതാണ്. വാക്സിൻ എടുത്ത് ആദ്യ ദിവസങ്ങളിൽ തന്നെ അത് അറിയാൻ കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു ആശങ്കയുടെയും ആവശ്യമില്ല. അടിസ്ഥാനരഹിതമായ ആശങ്കകളാണതെല്ലാം എന്ന് ഡോക്ടർ പറഞ്ഞു വയ്ക്കുന്നു. ഇനിയിപ്പോൾ ഇന്ന് വന്ന മറ്റൊരു വാർത്ത